നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാടിലെ വടക്കഞ്ചേരി ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നല്ല ഒരു വീടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇന്ന് കാണാൻ വേണ്ടി പോണ വീട് ഈ വീടാണ്. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിക്ക് വരുന്ന വഴി ഇതാണ്. അത്യാവശ്യം വീതി കൂടിയ താരട്ട റോഡാണ് നമുക്കുള്ളത്. ഇതാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടി. അതായത് നമ്മുടെ പാലക്കാട് നിന്ന് തൃശ്ശൂർ പോണ വഴി കൂടെ വടക്കഞ്ചേരി എത്തിയിട്ട് അവിടെ നിന്ന് ടോൾ പ്ലാസ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു 2 മുതൽ 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് നമ്മളുടെ ഈ പ്രോപ്പർട്ടിക്ക് ഉള്ളത്. ഈ സ്ഥലത്തിൻ്റെ ലോക്കൽ നെയിം വന്നിട്ട് വാള് വെച്ച പാറ എന്നാണ്. തൊട്ടടുത്ത് ഒരു അമ്പലമൊക്കെ ഉണ്ട്. ഈ അമ്പലത്തിൻ്റെ പേരാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. സോ ഈ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് നമ്മൾ കാണാൻ വേണ്ടി പോണ വീട്. മൊത്തം 15 സെൻറ്റ് സ്ഥലമുണ്ട്. അതിൽ 2850 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 4 ബെഡ്റൂം, ഹാള്, കിച്ചണായിട്ടുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വീടാണ് എന്ന് പരിചയപ്പെടാൻ വേണ്ടി പോണത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ്. കയറി വന്ന വഴിക്ക് അത്യാവശ്യം ഒരു 3 വണ്ടി നിർത്തുന്നത്ര സ്ഥല സൗകര്യം ഇവിടെ നല്ലപോലെ ഉണ്ട്. അതേപോലെ ഈ ഭാഗത്ത് നല്ല രീതിക്കുള്ള കുറച്ച് മരങ്ങൾ ഇവിടെ ഗാർഡനിങ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടില്ല. ഇൻ്റർലോക്ക് ചെയ്താൽ ഈ വീടിൻ്റെ ലുക്കേ മാറും. നല്ല വീടാണ്. ഇൻ്റർലോക്കിങ് മാത്രം ചെറിയൊരു കുറവുണ്ട്. അതും കൂടി ചെയ്താൽ നന്നായിട്ടുണ്ടാകും. വീട് വന്നിട്ട് ഒരു 5 വർഷം പഴക്കമുള്ള വീടാണ് ഈ വീട്. കയറി വരുമ്പോൾ തന്നെ ഇത്രയും വലിയ ഒരു സിറ്റ് ഔട്ട് സ്പേസ് ഇവിടെയുണ്ട്. നന്നായിട്ടുണ്ട്. അതേപോലെ ഇതാണ് നമ്മുടെ മെയിൻ ഡോറായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള്. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ഹാളാണ് ഉള്ളത്. ഇവിടെ വന്നിട്ട് ഒരുപാട് ഫർണിച്ചറൊക്കെ ഉണ്ട്. ഫർണിച്ചറോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഫർണിച്ചർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇവിടെ TV യൂണിറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. മൊത്തം വന്നിട്ട് 2850 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 4 ബെഡ്റൂമുള്ള വീടാണ്. അപ്പോൾ നമ്മളുടെ വീടിൻ്റെ പൂജാമുറി ഇവിടെയാണുള്ളത്. ഈസ്റ്റ് ഫേസ് ആയിട്ടാണ് നമ്മുടെ പൂജാമുറി ഉള്ളത്. ഈ ഭാഗത്തൊക്കെ വന്നിട്ട് ഈ ഡിസൈനൊക്കെ വളരെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഹാള്, പൂജാമുറിയും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതാണ് ഡൈനിങ് സ്പേസ്. നല്ല രീതിക്ക് ഉള്ള ഒരു ഡൈനിങ് സ്പേസാണ്. ഇത്രയ്ക്കും സ്ഥല സൗകര്യമുണ്ട്. താഴെ ഭാഗം 2 ബെഡ്റൂമും മുകൾ ഭാഗം 2 ബെഡ്റൂമും മൊത്തം 4 ബെഡ്റൂമായിട്ടാണ് ഉള്ളത്. താഴെ ഭാഗത്തുള്ള ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂമും ഉണ്ട്. അതേപോലെ ഈ ഭാഗത്തൊരു ബെഡ്റൂം കൂടിയുണ്ട്. ഇടയ്ക്കൂടെ ഒരു കോമൺ ബാത്റൂം കൂടിയുണ്ട്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമായിട്ട് നമുക്ക് ഈ ബെഡ്റൂം കാണാം. അത്യാവശ്യം വീതി കൂടിയ നല്ലൊരു ബെഡ്റൂമാണ്. ഈ ഭാഗത്ത് അവരുടെ കബോർഡ്സൊക്കെ ധാരാളം വെച്ചിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച്ഡുള്ളത് ഇവിടെയാണ്. അതേപോലെ വീടിൻ്റെ സെക്കൻഡ് ബെഡ്റൂം ഇവിടെയാണ്.
ഇതൊരു വലിയ ബെഡ്റൂമാണ്. ഇത്രയ്ക്കും ഇവിടെ സ്പേസ് ധാരാളമുണ്ട് ആ ഭാഗത്ത്. അതേപോലെ ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച് വരുന്നത് ഇപ്പർ സൈഡാണ്. ബാത്ത് അറ്റാച്ച് ഉള്ളത്. അതേപോലെ വീടിൻ്റെ വയറിംഗ് ഒക്കെ വരുന്നത് 3 ഫേസ് വയറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു വലിയ ഫാമിലിയും കൂടി താമസിക്കാൻ പറ്റിയ വീടാണ് ഈ വീട്. ഇത് കിച്ചൺ ഉള്ളത് ഈ ഭാഗത്താണ്. ഇത് വന്നിട്ട് കിഴക്ക് വടക്ക് ഭാഗമാണ്. അത്യാവശ്യം വീതി കൂടിയ ഒരു കിച്ചണാണ്. എല്ലാ ഭാഗത്തും നല്ല രീതിക്കുള്ള കബോർഡ്സൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്രയ്ക്കും സ്പേസ് ഉണ്ട്. അതുകൂടാതെ ഇത് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് ഒരു വർക്ക് ഏരിയ ഉണ്ട്. ഇവിടെ വാഷിംഗ് മെഷീൻ പോയിൻറ്റും കാര്യങ്ങളുള്ളതും ഇവിടെയുണ്ട്. ഈ ഡോറ് തുറന്നാൽ നമുക്ക് വീടിൻ്റെ പുറകുവശത്തേക്ക് പോകാൻ കഴിയും. വീട്ടിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളത്തിൻ്റെ സൗകര്യം ബോർവെള്ളാണ്. ബോർവെള്ളിൻ്റെ പോയിൻ്റൊക്കെ ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട് വന്നിട്ട് ഒരു 5 വർഷം പഴക്കമുണ്ട്. അധികം താമസിക്കാത്ത വീടാണ് ഈ വീട്. അപ്പോൾ താഴെ ഭാഗം 2 ബെഡ്റൂം ഉണ്ടെങ്കിലും മുകൾ ഭാഗം വേറെ 2 ബെഡ്റൂം ഉണ്ട്. മുകളിൽ കയറി മേലത്തെ റൂം എങ്ങനെയുണ്ട് നമുക്ക് കാണാം. ഇവിടുത്തെ ഈ സ്റ്റെപ്സൊക്കെ വന്നിട്ട് അത്യാവശ്യം വീതി കൂടിയ സ്റ്റെപ്സാണ്. വീടിൻ്റെ ഹൈറ്റ് നല്ല പോലെ ഉണ്ട്. ഈ സ്റ്റെയർ കേസിന് ചുറ്റിലും ഇത്രയ്ക്കും സ്ഥല സൗകര്യം ധാരാളമുണ്ട്. ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇവിടെ താഴേക്ക് നോക്കാൻ നല്ല കൺവീനിയൻ്റ് ആയിട്ട് ഉള്ള സ്പേസ് ഇവിടെയുണ്ട്. അതേപോലെ ഇതിന് മുകളിലൊക്കെ വന്നിട്ട് വി ഷേപ്പിലാണ് വാർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വീടിൻ്റെ 3ാമത്തെ ബെഡ്റൂമാണ്. വീതി കൂടിയ നല്ലൊരു ബെഡ്റൂമാണ്. ഹൈറ്റൊക്കെ നല്ല ഹൈറ്റായിട്ടാണ് ഉള്ളത്. ടൈലൊക്കെ വെള്ള കളർ ടൈലാണ് എല്ലാ ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച്ഡ് ഇവിടെയാണ്. അത്യാവശ്യം നല്ല സ്പേസിയസ് ആയിട്ടുള്ള വീടാണ് ഈ വീട്. വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂം ഈ ഭാഗത്ത്. ഇതും അത്യാവശ്യം സ്പേസിയസ് ആയിട്ടുള്ള നല്ലൊരു ബെഡ്റൂം തന്നെയാണ്. ഇതിൻ്റെ മുകൾ വശം ആ ബെഡ്റൂമിൽ കണ്ട പോലെ അതേപോലത്തെ വി ഷേപ്പാണ്. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച് ഇവിടെയാണ്. ഈ ഭാഗത്ത് ഒരു ഡോറുണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ടെറസാണ് വീടിൻ്റെ ബാക്ക് വശം. ഇവിടെ ഇത്രയ്ക്കും സ്പേസ് ഉണ്ട്. അതേപോലെ ഈ ബാക്ക് സൈഡ് ഈ കമ്പി വേലി കെട്ടിയിരിക്കുന്നവരെ നമ്മുടെ സ്ഥലം വരും. അതേപോലെ അവിടെ കാണുന്ന ഈ മരങ്ങൾ, അവിടെ കാണുന്ന ഈ വാഴ, ഈ തെങ്ങ്, ഇതെല്ലാം നമ്മുടെ പ്രോപ്പർട്ടിയിലുള്ള സ്ഥലങ്ങളാണ്.
മൊത്തം വന്നിട്ട് 15 സെൻറ്റ് സ്ഥലമുണ്ട് നമ്മളുടെ ഈ പ്രോപ്പർട്ടീൻ്റെ അകത്ത്. വെള്ളം വന്നിട്ട് ബോർവെള്ളമാണ്, ധാരാളം വെള്ളം കിട്ടും. അതേപോലെ ഇവിടെ ഫ്രണ്ടേജ് ഒരു ബാൽക്കണിയും കൂടെയുണ്ട്. ഈ ഫ്രണ്ടേജ് ഫ്രണ്ടേജ് ഇത്രയ്ക്കും സ്പേസ് ധാരാളമുണ്ട്. വീടിൻ്റെ മുകളിലൊക്കെ വന്നിട്ട് വാർത്തിട്ട് അതിനുശേഷം മേലെ വന്നിട്ട് ഓട് വെച്ചിരിക്കുകയാണ്. കാണുമ്പോൾ ഡിസൈൻസ് വളരെ നന്നായിട്ടുണ്ട്. അതേപോലെ ഈ ഏരിയ വന്നിട്ട് നിറയെ വീടുകൾ ഉള്ള ഒരു ഏരിയയാണ്. ഹൈവേന്ന് ഇവിടേക്ക് ഏകദേശം വന്നിട്ട് 1 കിലോമീറ്റർ മുതൽ 1.5 കിലോമീറ്റർ മാറ്റമുണ്ട് നമ്മുടെ ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വീടാണ് ഞാൻ വന്ന് കണ്ട വീട്. അപ്പോൾ ഞമ്മ പരിചയപ്പെട്ട ഈ വീടിൻ്റെ ഉടമസ്ഥൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ സ്ഥലം എവിടെയാണെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ പാലക്കാടിലെ വടക്കഞ്ചേരി ഭാഗത്താണ്. അതായത് നമ്മുടെ പാലക്കാട്ടിൽ നിന്ന് തൃശ്ശൂർ പോണ വഴി കൂടെ വടക്കഞ്ചേരി കഴിഞ്ഞ വഴിക്ക് നമ്മുടെ പന്നിയങ്കര ടോൾ പ്ലാസയുണ്ട്. അവിടെ നിന്ന് ഏകദേശം ഒരു 2 to 2.5 കിലോമീറ്റർ ഡിസ്റ്റൻസാണ് നമ്മളുടെ ഈ വീട്ടിലേക്ക് ഉള്ളത്. ഈ സ്ഥലത്തിൻ്റെ ലോക്കൽ നെയിം വന്നിട്ട് വാള് വെച്ച പാറ എന്നാണ്. തൊട്ടടുത്തൊരു അമ്പലമൊക്കെ ഉള്ളതാണ്. ഈ അമ്പലത്തിൻ്റെ പേരൊക്കെയാണ് ഈ ഭാഗത്ത് അറിയപ്പെടുന്നത്. സോ നല്ല വൃത്തിയുള്ള ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വീടാണ്. മൊത്തം വന്നിട്ട് 15 സെൻറ്റ് സ്ഥലം, അതിൽ 2850 സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിക്കുള്ള 4 ബെഡ്റൂം ഹാള് കിച്ചണായിട്ടുള്ള വീടാണ് ഈ വീട്. മൊത്തം വന്നിട്ട് 5 വർഷം പഴക്കമുണ്ട്. വീടിൻ്റെ വെള്ളത്തിൻ്റെ സൗകര്യം വന്നിട്ട് ബോർവെള്ളാണ്. മേലെ ഫിൽറ്ററും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല വെള്ളമാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടീൻ്റെ ഉടമസ്ഥന് ഉദ്ദേശിക്കുന്ന റേറ്റ് ഫർണിച്ചറോട് കൂടി എടുക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 90 ലാക്ക് പറയുന്നുണ്ട്. ഈവൻ ഫർണിച്ചർ ഇല്ലാതെ എടുക്കുകയാണെങ്കിൽ ഒരു 88,000 പറയുന്നുണ്ട്. ഈ പറഞ്ഞ ഫിഗറിന് നേരിട്ടൊന്ന് സംസാരിക്കുന്ന സമയത്ത് ചെറിയൊരു മാറ്റം കൂടി വരും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കാം. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയറായിട്ട് ചെയ്തു തരുന്നതാണ്. അഥവാ വീട് എടുക്കുന്ന വ്യക്തികൾക്ക് ലോൺ സൗകര്യമാണെന്നുണ്ടെങ്കിൽ ലോൺ സൗകര്യം കൂടി ഏർപ്പാട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ വീടെടുക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക. നന്ദി, നമസ്കാരം.